ട്രിനിറ്റിയുടെ 5 നേഷൻസ് ട്രിപ്പിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ ബസ് ഇവിടെ കാത്തിരിപ്പുണ്ട് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയില്ലെങ്കിലും മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്നത്തെ സന്ദർശന സ്ഥലം ഓൾഡ് മനില സിറ്റിയാണ്. ഈ ഓൾഡ് മനില സിറ്റിയിൽ മനില കത്തീഡ്രലാണ് ഈ കാണുന്നത്. ഞങ്ങൾ ആദ്യത്തെ സന്ദർശന സ്ഥലം ഈ മനില കത്തീഡ്രലാണ്. ഇത് ഇൻട്രാമുറോസിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പീൻസിലെ കത്തോലിക്ക സഭയുടെ മാതൃദേവാലയമായി ഇത് കണക്കാക്കപ്പെടുന്നു. മനില ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനവും ഇതാണ്. 1571 സ്ഥാപിതമായ ഈ ദേവാലയം പ്രകൃതി ദുരന്തങ്ങൾ മൂലവും യുദ്ധങ്ങൾ മൂലവും പല തവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1571 ഒരു ചെറിയ പള്ളിയായിട്ടാണ് ആരംഭിച്ചത്. പലതവണ ഭൂകമ്പം, തീപിടുത്തം, 2ാം ലോകമഹായുദ്ധം ആ സമയത്തൊക്കെ ഈ പള്ളി തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കത്തീഡ്രൽ 8ാമത്തെ നിർമ്മാണമാണ്. 1958 ഇതിൻ്റെ പണി പൂർത്തിയായത്. നിയോ റോമനെസ്ക് വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ മാർബിൾ തറകൾ, ചായം പൂശിയ ഗ്ലാസ് ജനലുകൾ, വലിയ വെങ്കല വാതിലുകൾ എന്നിവ ഇതിൻ്റെ ആകർഷണങ്ങളാണ്. പള്ളിയുടെ താഴത്തെ നിലയിൽ മുൻ മനില ആർച്ച് ബിഷപ്പുമാരെ അടക്കം ചെയ്തിട്ടുണ്ട്. ഫിലിപ്പീൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയവർ ഈ കത്തീഡ്രൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങൾ 2ാമത്തെ സ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് മനിലയിലുള്ള ചരിത്രപ്രധാനമായ ദേവാലയമായ സാൻ അഗസ്റ്റിൻ ചർച്ചിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഇത് മനില കത്തീഡ്രലിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഇങ്ങോട്ടുള്ളെങ്കിൽ ഞങ്ങൾ ബസ്സിലാണ് വന്നത്. മഴയായതുകൊണ്ട് ഈ മതിൽക്കെട്ടൊക്കെ കണ്ടില്ലേ, മതിൽക്കെട്ടിനുള്ള നഗരമാണ് ഇൻട്രാമുറോസ് എന്ന് പറയുന്നത്. പഴയകാലത്ത് ആ മതിൽക്കെട്ടാണ്. ഇതിലേക്കൂടെ നടന്ന് വേണം നമുക്ക് അതിൻ്റെ പള്ളിയിലോട്ട് ചെല്ലാനായിട്ട്. ഫിലിപ്പീൻസിലെ ചരിത്രപ്രധാനമായ ദേവാലയമാണ് സാൻ അഗസ്റ്റിൻ ചർച്ച്. ഫിലിപ്പീൻസിലെ ഏറ്റവും പഴയ ഒരു പള്ളിയാണിത്. ഇത് കല്ലിൽ തീർത്ത ഒരു പള്ളിയാണ്. 1587 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. സ്പാനിഷ് ബറോക്ക് ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തെ മനോഹരമായ കൊത്തുപണികളും പെയിൻറ്റിങ്ങുകളും ലോകപ്രശസ്തമാണ്. 1993 യുനെസ്കോ ഈ പള്ളിയെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. മനിലയിലുണ്ടായ നിരവധി ശക്തമായ ഭൂകമ്പങ്ങളെയും 2ാം ലോകമഹായുദ്ധത്തിലെ ബോംബാക്രമണങ്ങളെയും അതിജീവിച്ച ചുരുക്കം ചില കെട്ടിടങ്ങളിലൊന്നാണ് ഈ പള്ളി. പള്ളിയുടെ സീലിങ്ങുകളിലും ചുവരുകളിലും ത്രിമാന രൂപങ്ങൾ, അതായത് 3D തോന്നിപ്പിക്കുന്ന മനോഹരമായ ചിത്രങ്ങളുണ്ട്. ഈ പലരും ഇന്ത്യയിലെ ഗോവയിലുള്ള സെൻറ്റ് അഗസ്റ്റിൻ ടവർ ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഗോവയിലുള്ളത് തകർന്നുപോയ ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. എന്നാൽ മനിലയുടേത് ഇന്നും സജീവമായ ഒരു ദേവാലയമാണ്.
ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ സന്ദർശന സ്ഥലമാണ്. ഇവിടെ സന്ദർശിക്കുന്നതിന് നമുക്ക് ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ പാക്കേജിൻ്റെ ഭാഗമാണ്. ഗൈഡ് പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുകയാണ്. സ്പാനിഷ് ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണിത്. ഇത് 1571 ആണ്ടിൽ സ്പാനിഷ് പരിവേഷകനായ മിഗ്വൽ ലോപ്പസ് ഡി ലെഗാസ്പി ആണ് ഈ കോട്ട നിർമ്മിച്ചത്. മനിലയിലെ പഴയ മതിൽക്കെട്ടുള്ള നഗരമായ ഇൻട്രോ മൊറോസിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാസിക് നദിയുടെ തീരത്താണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുക്കളിൽ നിന്നും ഈ നഗരത്തെ സംരക്ഷിക്കാനാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ പേരാണ് ഫോർട്ട് സാന്റിയാഗോ ഫോർട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ ഒരു സ്മാരകമാണ്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടാണ്. ഫിലിപ്പീൻസിലെ ദേശീയ നായകനായ ഹോസെ റിസാൽ ആയി ഈ കോട്ടയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വധശിക്ഷയ്ക്ക് മുമ്പ് തടവറയിൽ പാർപ്പിച്ചിരുന്നത് ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നു. അദ്ദേഹം തടവറയിൽ നിന്നും വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് പോയ വഴികൾ ഇന്നിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഈ കോട്ട ഫിലിപ്പീൻസിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരമായ പാർക്കുകളും ചരിത്രരേഖകളും പഴയകാല തടവറകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഈ കോട്ടയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതിൻ്റെ പുനരുദ്ധരിച്ചിട്ടുണ്ട് ഈ കോട്ടയെ. സ്പാനിഷ് ഭരണകാലത്തും രണ്ടാം ലോകമഹായുദ്ധത്ത് ജപ്പാനീസ് അധിനിവേശ കാലത്തും ഇത് ഒരു തടവറയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഒരു തടവറയായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇത് പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുണ്ട തടവറകൾ ഇന്ന് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല പൂന്തോട്ടവും പാർക്കും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുടയൊക്കെ പിടിച്ചിട്ടേ നടക്കാൻ പറ്റുന്നുള്ളൂ. കോട്ടൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ കോട്ടയുടെ ഓരോരോ ഭാഗങ്ങളാണ്. ഇതൊക്കെ മേൽക്കൂരയൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ വർഷങ്ങളായിട്ട് കാലാന്തരങ്ങൾ 1571 ആണ്ടിലൊക്കെ സൃഷ്ടിച്ച സാധനങ്ങളാണ്. അതൊക്കെ കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതൊരു മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങോട്ട് ഞങ്ങൾ കയറുന്നില്ല. മ്യൂസിയത്തിലൊരു സമയമില്ല. ഇവിടെ ആൾക്കാരൊക്കെ അടക്കം ചെയ്തിരുന്ന സ്ഥലമാണ്. ലോകമഹായുദ്ധ സമയത്ത് മരണമടഞ്ഞ ആൾക്കാർ അടക്കം ചെയ്തിരുന്ന സ്ഥലമാണ് അത് കാണിക്കുന്നത്, ആ കുരിശ്. പാസിക് നദിയുടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഞങ്ങളൊരു തടവറയായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലത്തോട്ട് ഇറങ്ങിപ്പോയാണ്. നല്ല ഇറങ്ങി ഉള്ളിലോട്ട് പോകണം. ഇതായിരുന്നു പാസിക് നദിയിലെ വെള്ളം വേണമെങ്കിൽ കയറ്റിവിട്ട് ഈ തടവറയിലുള്ള ജൽപ്പുള്ളികളെ കൊല്ലാനും ഒക്കെ ഇവർ ഉപയോഗിച്ചിട്ടാണ്. ജൽപ്പുള്ളികളെന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവിടുത്തെ. അവർ സ്പാനിഷ് ഭരണകൂടത്തിനെതിരായിട്ടൊക്കെ സമരം ചെയ്ത ആൾക്കാരുണ്ട്. ജപ്പാനീസ് അധിനിവേശത്തിനെതിരായിട്ട് സമരം ചെയ്ത ആൾക്കാരുണ്ട്. അവരെയൊക്കെ പാർപ്പിച്ചിരുന്ന ഇരുണ്ട തടവറകളാണ് ഈ കാണുന്നത്. ഇത് പാസിക് നദിയോട് ചേർന്നാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കയറ്റി വേണമെങ്കിൽ ഇവരെയൊക്കെ കൊന്നിട്ടുണ്ടാവും. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ തല കുനിച്ച് വേണം ഇതിലേക്ക് നടക്കാനായിട്ട്, അത്രയ്ക്കും ചെറുതാണിത്. ഇത് അണ്ടർഗ്രൗണ്ടാണ്. തറയിൽ നിന്ന് തറനിരപ്പിൽ നിന്ന് താഴോട്ടാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ മേലോട്ട് കയറിയാണ്. തടവറയൊക്കെ കണ്ടു കഴിഞ്ഞു അന്നത്തെ കാലത്ത്.
ഇവിടെ നിന്ന് നമുക്ക് പാസിക് നദിയുടെ നല്ലൊരു വിശാലമായ കാഴ്ച ലഭിക്കുന്നതാണ്. ഇതേ കണക്കൊരു തടവറ നമ്മുടെ കർണാടക സ്റ്റേറ്റിലുണ്ട്. ടിപ്പു സുൽത്താൻ്റെ തടവറയായിരുന്നു. അതും ഒരു കാവേരി നദിയുടെ തീരത്തായിട്ടാണ് ആ തടവറ സൃഷ്ടിച്ചിരുന്നത്. അവിടെ ഈ ആൾക്കാരെ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് വെള്ളം കയറ്റി കൊല്ലുന്ന സ്ഥലമായിരുന്നു. ശ്രീരംഗപട്ടണത്താണ് അത് ഉള്ളത്. അവിടെയൊക്കെ മൈസൂർ സന്ദർശിച്ചിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും അത് കണ്ടിട്ടുണ്ടാവും. മഴ ഇപ്പോഴും നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുള്ളതുകൊണ്ടൊരു പ്രത്യേക വൈബുണ്ട് ഇവിടെ. മഴയില്ലെങ്കിൽ നല്ല വെയിലായിരുന്നേനെ. അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഞാൻ നദിയുടെ തീരത്ത് ഉള്ള കോട്ടയാണ്. അതിൻ്റെ മേളിലൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. ഇവിടെയൊക്കെ ഇരിപ്പിടങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നദിയിലെ കാറ്റൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഇവിടെ തദ്ദേശവാസികൾക്ക് അതൊക്കെ പറ്റും. നമ്മൾ ടൂർ വന്നവർക്ക് അതൊന്നും പറ്റത്തില്ല. നമുക്ക് സമയമില്ല. ഏകദേശം ഞങ്ങൾ ഫോർട്ട് സാന്റിയാഗോ സന്ദർശനം കഴിയാറായി. ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയാണ്. ഞങ്ങളുടെ 5ാമത്തെ ദിവസത്തെ 4ാമത്തെ സ്പോട്ട് കാണാനായിട്ടാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ഇതൊരു പാർക്കാണ്. നമ്മൾ റോസ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചണ്ഡീഗറിലുള്ളത് പോലെ ഒരു വലിയ വിശാലമായൊരു പാർക്കാണ്. ഇവിടെ റോസാപുഷ്പങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഇത് ഫിലിപ്പീൻസിലെ ദേശീയ നായകനായ ഹോസെ റിസാലിൻ്റെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പാർക്കാണ്. ഇതിന് റിസാൽ പാർക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഒരു റിസാൽ മോണുമെൻ്റ് ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. റിസാൽ മോണുമെൻ്റാണ്. അത് ഹോസെ റിസാലിൻ്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത് ഈ സ്മാരകത്തിന് താഴെയായിട്ടാണ്. ഇവിടെ സൈനികർ കാവൽ നിൽപ്പുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ കയറി തൊടാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വഴക്കൊക്കെ പറയും. ഇതാ കാണുന്നതാണ് ആ സ്മാരകം. ഇതിൻ്റെ അടിയിലാണ് അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്തിരിക്കുന്നത്, ഹോസെ റിസാലിനെ. ഇത് 1896 സ്പാനിഷ് ഭരണകൂടം ഹോസെ റിസാലിനെ വധിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ഇദ്ദേഹമാണ് ഫിലിപ്പീൻസിലെ വിപ്ലവത്തിൻ്റെ ഒരു മാറിയ സംഭവമായിരുന്നു അത്. ഇവിടെ ചൈനീസ് ഗാർഡനുണ്ട്, ജപ്പനീസ് ഗാർഡനുണ്ട്. അങ്ങനെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗാർഡൻസൊക്കെ ഉണ്ട്. ഇത് 5ാമത്തെ ദിവസത്തെ അവസാനത്തെ സന്ദർശന സ്ഥലമാണ്. ഇത് കാസ മനില എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു മ്യൂസിയമാണ്.
19-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് അധിനിവേശ കാലഘട്ടത്തിലെ ഉന്നത കുലജാതരായ ഫിലിപ്പിനോ കുടുംബങ്ങളുടെ ജീവിതരീതിയും വാസ്തുവിദ്യയും ഈ മ്യൂസിയം പുനരാവിഷ്കരിക്കുന്നു. സ്പാനിഷ് ഭരണകാലത്തെ ആഡംബരപൂർണ്ണമായൊരു വീടിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു പുരാതന കെട്ടിടമല്ല, മറിച്ച് 1980-കളിൽ ഉണ്ടാക്കിയൊരു പഴയകാല വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചെടുത്തൊരു പുനരാവിഷ്കാരമാണ്. കല്ലും മരവും ഉപയോഗിച്ച് നിർമ്മിച്ച ബഹായ് നാ ബാത്തോ എന്നറിയപ്പെടുന്ന ഫിലിപ്പിനോ സ്പാനിഷ് വാസ്തുവിദ്യാ ശൈലിയാണ് ഇവിടെ കാണാൻ കഴിയുക. ചരിത്രപ്രധാനമായ സാൻ അഗസ്റ്റിൻ പള്ളിക്ക് എതിർവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് 3 നിലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. അകത്ത് ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഫോട്ടോ മാത്രം എടുക്കാം, വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ മനോഹരമായൊരു നടുമുറ്റവും ജലധാരയൊക്കെ ഉണ്ട്. അത് നേരത്തെ കാണിച്ചായിരുന്നു.